ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിലായി എന്ന വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് പിടിയിലായിരിക്കുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇരുവരെയും പിടിയിലായിരിക്കുന്നത്. എക്സൈസ് സംഘം ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാനത്താകമാനം പ്രത്യേകിച്ചും സിനിമാ മേഖലകളിൽ ലഹരി ഉപയോഗം വ്യാപകമായിട്ടുണ്ട് എന്നുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ, ഒപ്പം ഷൈൻ ടോം ചാക്കോ പിടിയിലായത്, അതോടൊപ്പം തസ്ലീമ എന്ന ഇടനിലക്കാരി പിടിയിലായതോടുകൂടിയാണ് സംസ്ഥാനത്തെ സിനിമാ മേഖലയിൽ ഇത്തരം വ്യാപകമായ ലഹരി ഉപയോഗമുണ്ട് എന്നത് വ്യക്തമാകുന്നത്. അവരുടെ മൊഴി ആ വിധമായിരുന്നു. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരടക്കം അവരിൽ നിന്ന് ലഹരി വാങ്ങിച്ചിട്ടുണ്ട് എന്ന അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് നടന്മാരെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സിനിമാ മേഖലയിലെ ലഹരി എന്നത് ആദ്യത്തെ സംഭവമല്ല എന്ന് പല വാർത്തകൾ നമ്മൾ പലപ്പോഴും സ്ഥിരമായി കാണുന്നതൊക്കെയാണ്. പക്ഷേ ഇതിൽ പ്രമുഖരായ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾക്കൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കഞ്ചാവ് പിടിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് റെയ്ഡ് നടത്തുന്നതിന് വേണ്ടി പോലീസ് എക്സൈസ് സംഘം എത്തുന്ന സമയത്ത് ഇത് ആ സ്ഥലത്തു നിന്ന് മാറ്റിയതിന് ശേഷം മാത്രം വാതിൽ തുറക്കുക എന്ന നിലയ്ക്ക് ആണ് ഈ ആളുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പിടിക്കാനുള്ള മാർഗങ്ങൾ വഴിയടഞ്ഞു പോവുക അല്ലെങ്കിൽ തെളിവ് ഇല്ലാതാവുക എന്നതാണ് സംഭവിക്കുക. പക്ഷേ ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതല്ല. പ്രമുഖരായ രണ്ട് സംവിധായകർ പിടിയിലാകുന്നത് തെളിവടക്കമാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്ര ഖേദകരമായ സംഗതിയാണ് എന്ന് നമുക്ക് തോന്നും. കാരണം പ്രമുഖരായ രണ്ട് സംവിധായകർ കഴിവും കൊണ്ട് ശ്രദ്ധേയരായ നല്ല സിനിമകൾ, ഇപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സിനിമ എന്ന നിലയ്ക്ക് അഭിപ്രായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകനാണ് ഈ വിധം. ആ സിനിമ തിയേറ്ററിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, ഇറങ്ങിയിട്ട് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അത്തരത്തിലൊരു സംവിധായകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുക എന്നത്. എന്തായാലും തിയോഫിനാണ് ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നുള്ളത്. തിയോഫിലേക്ക് പോവുകയാണ്. തിയോഫിൻ, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം എന്നത് ആദ്യത്തെ സംഭവമല്ല എങ്കിൽ കൂടെ പ്രമുഖരായ സംവിധായകരിലേക്ക്, നടന്മാരിലേക്ക് അന്വേഷണം എത്തുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഇതാ ഒടുക്കം ഏറ്റവും അതിൽ അവസാനത്തെ കണ്ണികളായി നിൽക്കുന്നത് ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ്. എങ്ങനെയായിരുന്നു? സ്വാഭാവികമായും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം നടന്നിട്ടുണ്ടാവുക. എക്സൈസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനൊപ്പം നിർണായകമായ പല വിവരങ്ങളും ഇതിനോടകം എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന സംവിധായകരിൽ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തല്ലുമാല, അതോടൊപ്പം ആലപ്പുഴ ജിംഖാന, ഈ രണ്ട് സിനിമകളുടെ രണ്ടും സൂപ്പർ ഹിറ്റ് സിനിമകൾ നിറഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴ ജിംഖാന. ആ സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. അതോടൊപ്പം തമാശ, ഭീമന്റെ വഴി, ഈ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. ഇവർ രണ്ടുപേരും, ഒപ്പം ഇവരുടെ ഒരു സുഹൃത്തും, അങ്ങനെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിയിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നുമാണ് ഇവരെ എക്സൈസ് സംഘം പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഗോശ്രീ പാലത്തിനടുത്തുള്ള ഫ്ളാറ്റാണ്. അവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ ഇവർക്കൊപ്പം ഈ ഫ്ളാറ്റിൽ നിന്ന് പരിശോധന നടത്തിയതിൽ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. കുറഞ്ഞ അളവായതുകൊണ്ട് ജാമ്യം നൽകി എക്സൈസ് വിട്ടയച്ചു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏറെ നാളിന് ശേഷമാണ് പ്രമുഖരായ മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രമുഖരായ 2 പേർ അറസ്റ്റിലാവുന്നത്. നേരത്തെ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായതിനു ശേഷം അതിനേക്കാൾ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം, അങ്ങനെയുള്ളൊരു അറസ്റ്റാണ് ഇത്. എന്തായാലും ഏറെ നാളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മലയാള സിനിമയിലെ ലഹരി ഉപയോഗം. അത്തരത്തിൽ ആ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ഊർജിതമായ അന്വേഷണം, അതിൻ്റെ ഉറവിടം തേടി ഇതെല്ലാം അവസാനിപ്പിക്കണം എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി എക്സൈസ് സംഘം ഈ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി. 2 മണിയോടുകൂടി ഇവർ 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.6 ഗ്രാമാണ്. കുറഞ്ഞ അളവായതുകൊണ്ട് ജാമ്യം നൽകാൻ
വകുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എക്സൈസ് സംഘം ഇതിന് ഈ ജാമ്യം നൽകി ഇവരെ വിടുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണം ഇനി മുന്നോട്ട് പോകും. പ്രധാനമായും എക്സൈസ് അന്വേഷിക്കുന്നത് ഇവർക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അവരെ പിടികൂടുമ്പോൾ ആ സ്ത്രീ പറഞ്ഞതാണ്, സിനിമാ മേഖലയിലുള്ളവർക്ക് പ്രമുഖരായ നിരവധി പേർക്ക് താൻ കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവരെ പിടികൂടിയപ്പോൾ ഖാലിദ് റഹ്മാനെ അഷ്റഫ് ഹംസയും ചോദ്യം ചെയ്തപ്പോൾ ഏതാനും വർഷങ്ങളായി പതിവായി ഇവർ ലഹരി മരുന്ന് കഞ്ചാവ് ഉപയോഗിച്ച് വരുന്നവരാണെന്ന് പറഞ്ഞു. എന്നാൽ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച്, സിന്തറ്റിക് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന എക്സൈസിൻ്റെ ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ അത് പോലീസ് ഈ എക്സൈസ് സംഘം പൂർണ്ണമായും അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും ഊർജിതമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് എക്സൈസ് സംഘം. ഏറ്റവും പ്രധാനമായി എക്സൈസിന് അറിയേണ്ടത് ഇവർക്ക് എവിടെ നിന്ന് ഇത് ലഭിക്കുന്നു എന്നതാണ്. ഉറവിടം അന്വേഷിക്കണം. അപ്പോൾ ഇവർക്കിത് വിതരണം ചെയ്യുന്ന, അതായത് പ്രധാനമായ ഇടനിലക്കാരായ വിതരണക്കാർ, അതോടൊപ്പം എവിടെ നിന്ന് ഇവർക്ക് ലഭിക്കുന്നു എന്നതും അതെല്ലാം കണ്ടെത്തി ആ വഴിക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. തീർച്ചയായും അതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ സംഗതി. കാരണം ഇതെങ്ങനെ വ്യാപകമായി ഇവർക്ക് ലഭിക്കുന്നു? സിനിമാ മേഖലകളിൽ ഇങ്ങനെ കൈവിട്ട കളിയിലേക്ക് പോകുന്ന സ്ഥിതി എവിടെ നിന്നാണ്, ആരാണ് ഇതിന് സഹായമൊരുക്കുന്നത് എന്നത് അറിയണം. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അതിന് കാരണം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് അവിടെ തീരുന്നില്ല. താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ്. അന്വേഷണം വിപുലമായി തന്നെ ഉണ്ടാകുമെന്നതാണ്. അതിലെ കണ്ണികളെ കണ്ടെത്തുക എന്നതാണല്ലോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഇത് ആദ്യത്തെ കേസല്ല, പല കേസുകൾ, പല പ്രമുഖർ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും അതായത് എക്സൈസിന് മുന്നിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ലക്ഷ്യമായി ഇപ്പോൾ എക്സൈസ് കരുതുന്നത് ഇതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ്. അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് എക്സൈസ് സംഘം. അതോടൊപ്പം തന്നെ ഇവർ പ്രമുഖരായ 2 സംവിധായകർ അറസ്റ്റിലാകുമ്പോൾ ഇവരുമായി അടുപ്പമുള്ളവർ, പ്രത്യേകിച്ച് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇവർക്കൊപ്പം ഒരുപക്ഷെ ലഹരി പാർട്ടികളോ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധം, കാരണം നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ്, സിനിമാ മേഖലയിൽ തന്നെയുള്ള ചിലർ തന്നെയാണ് സഹപ്രവർത്തകർക്ക് ഈ ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതെന്ന ആരോപണവുമുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇടനിലക്കാരായി സിനിമാ മേഖലയിൽ തന്നെയുള്ളവർ ആരാണ്? നേരത്തെ നമുക്കറിയാം, സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, സിനിമയുടെ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതോടൊപ്പം ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ചിലരൊക്കെ നേരത്തെ പലപ്പോഴും കസ്റ്റഡിയിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത്രയും പ്രമുഖരായ 2 പേർ കസ്റ്റഡിയിലാകുന്നത് ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂടി ഈ അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എക്സൈസിൻ്റെ തീരുമാനം. കാരണം ഈ ഒരു കേസ് കൊണ്ട് മാത്രമല്ല പോകുന്നത്, ഇത് കേസ് ഉപയോഗിച്ച് ലഹരി കൈവശം വെച്ച് ഉപയോഗിച്ചു എന്നതിനേക്കാൾ അപ്പുറം ഇവർക്ക് എവിടെ നിന്ന് ലഹരി കിട്ടുന്നു? കാരണം പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എക്സൈസ് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഏതാനും വർഷങ്ങളായി പതിവായി ഉപയോഗിച്ച് വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തുടർച്ചയായി ഇത്രയും നാളായി ഇവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു വലിയ വിഷയമാണ്. മുടക്കമില്ലാതെ കിട്ടുന്നു. പലപ്പോഴും അന്വേഷണം ഒക്കെ വ്യാപകമാകുകയും പലയിടത്തും ലഹരി മരുന്ന് പിടികൂടുകയും ചെയ്യുമ്പോൾ പോലും സുഭിക്ഷമായി സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുന്നു എന്നതാണ് ഈ എക്സൈസിനെയും പോലീസിനെയും കുഴപ്പിക്കുന്ന ഒരു വലിയ പ്രശ്നം. എന്തായാലും ഇതിനുള്ള വഴി, അപ്പോൾ പോലീസും എക്സൈസും അടയ്ക്കുന്നതും പരിശോധന നടത്തുന്നതുമായ വഴികളല്ലാതെ മറ്റേതോ വഴിയിൽ കൂടി ഇവർക്കിത് ലഭ്യമാകുന്നുണ്ടോ എന്നതാണ് പ്രധാന വിഷയം. അങ്ങനെയെങ്കിൽ അത് ഏത് വഴിയാണ്, ആര് വഴിയാണ് ലഭ്യമാകുന്നതെന്ന് അന്വേഷിക്കുന്നു. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകാനാണ് നീക്കം. എന്തായാലും ഉറവിടത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും സമാന്തരമായി അത് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു വഴിക്ക് നീങ്ങുന്നുണ്ട്. അതിലും സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ്. ഈ ഷൈൻ ടോം ചാക്കോയുടെ പേരിലുള്ള ലഹരി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് DCPമാർ ഉൾപ്പെടെയുള്ള 3 അംഗ സംഘത്തെ പ്രത്യേക ചുമതല കൊടുത്തിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇക്കാര്യം അന്വേഷിക്കുന്നത്. തന്നെയുമല്ല, ലഹരി തങ്ങളുടെ മേഖലയെ വലിയ രീതിയിൽ പിടികൂടിയതായി സിനിമാ സംഘടനകളുടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളോട് ഫെഫ്ക അധികൃതർ പറഞ്ഞപ്പോൾ, ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇത് തങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഇത്തരം സംഭവമുണ്ട്. നേരത്തെ സിനിമ സെറ്റുകളിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ, എക്സൈസും പോലീസും പരിശോധന നടത്തുന്നതിന് തങ്ങൾ എതിർത്തതാണ്. പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ. ഇത് തങ്ങളുടെ മേഖലയിൽ, അതായത് വലിയ ആരോപണം ഉയരുമ്പോൾ സിനിമാ മേഖലയിലുള്ളവർക്ക് കുറഞ്ഞപക്ഷം ഇതുമായി ബന്ധമില്ലാത്തവരെങ്കിലും ഇല്ല എന്ന് തെളിയിക്കുക എന്നുള്ളൊരു ബാധ്യതയുണ്ട്. കാരണം 1-2 പേരുടെ പേര് വരുമ്പോൾ തന്നെ ആ മേഖലയെ മുഴുവൻ ബാധിക്കുന്നു. അപ്പോൾ രാജ്യത്താകമാനം തന്നെ, അല്ലെങ്കിൽ പുറത്തേക്ക് വരെ മലയാള സിനിമാ മേഖലയിൽ വലിയ ലഹരി ഉപയോഗമാണ് ഉള്ളത് എന്ന ഒരു വാർത്താ പ്രചരണമുണ്ട്. അത് തങ്ങളെ ബാധിക്കും. ഭാവിയിൽ ഈ സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട്
സംഘടനകൾ എന്തായാലും അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എക്സൈസോ പോലീസോ സിനിമാ സെറ്റുകളിൽ ഇനി പരിശോധന നടത്തുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണവുമായിട്ട് സംഘടനകൾ സഹകരിക്കും. കൃത്യമായി തന്നെ എവിടെ നിന്നാണ് ഇത് ലഭ്യമാകുന്നത്, ആര് വഴി ഇവർക്ക് ലഭ്യമാകുന്നു, അപ്പോൾ ഇത് വരുന്ന സോഴ്സ്, അതോടൊപ്പം ഈ സിനിമാ സെറ്റുകളിലേക്ക് നടന്മാർക്കായാലും സംവിധായകർ മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കായാലും ഇത് എത്തിച്ചു നൽകുന്നവർ, അങ്ങനെയുള്ള ഇടനിലക്കാർ, ഇവരെല്ലാം ഇത് അന്വേഷിച്ച് ഇവരെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എക്സൈസ് പോകുന്നത്.